പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ സുമാർ അഴീക്കോട് എപ്പോൾ വി എസ് അച്യുതാനന്ദനെ മാറ്റി നിർത്താൻ CPM തീരുമാനിച്ചപ്പോൾ അതിനെതിരായി ശബ്ദിച്ച കാര്യം കൂടി ഞാൻ ഓർമ്മിച്ചു പോകുന്നു. അദ്ദേഹത്തെ ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത പ്രതിഭാസമാണെന്ന് സുമാർ അഴീക്കോട് വെട്ടിത്തുറന്ന് അന്ന് ലേഖനം എഴുതുകയും ചെയ്തു. പാർട്ടിയിലുള്ള പല ആളുകൾക്കും അന്ന് അദ്ദേഹത്തോട് വിയോജിപ്പുണ്ടായിരുന്നു. കാരണം വി എസ് എന്ന് പറയുന്ന അതികായൻ്റെ ശക്തി ഡോക്ടർ അഴീക്കോട് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തിരുവനന്തപുരത്ത് AKG ഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കിപ്പം ശരിയാണ്. ഹാഷ്മി, നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ജനസഞ്ചയമാണ് ഇപ്പോൾ അവിടെയൊക്കെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾ നേരിട്ട് കാണുന്ന ദൃശ്യങ്ങൾ എന്തൊക്കെയാണ്? ഉറപ്പായും മിസ്കൻ അങ്ങനെ തന്നെയാണ്. ഈ രാത്രി തിരുവനന്തപുരത്തിന് മാത്രമല്ല കേരളത്തിന് ഇത് വിരഹത്തിന്റെ രാത്രിയാണ്. ഇത് സങ്കടത്തിന്റെ രാത്രിയാണ്. VS എന്ന ഒറ്റ രാഷ്ട്രീയ നേതാവ് ഇനി കേരളത്തിലില്ല എന്ന തിരിച്ചറിവിന്റെ രാത്രിയാണ്. ആ തിരിച്ചറിവ് വലിയ വേദനയും വലിയ സങ്കടവും അതേസമയം തന്നെ വലിയ വിപ്ലവ മുദ്രാവാക്യങ്ങളെ ഇവിടെ മുഴങ്ങുന്നു. ഇവിടെ നമ്മൾ AKG പഴയ AKG സെന്ററിന് മുന്നിൽ നിൽക്കുമ്പോൾ ആ സമയം ഇപ്പോ VS ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ സമയം മുതൽ മുഴങ്ങുന്ന മുദ്രാവാക്യമാണ് കണ്ണേ കരളെ VS നെഞ്ചിനുള്ള റോസാപ്പൂവെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ അപ്പോൾ തന്നെ മുഴങ്ങുകയാണ്. ആര് പറഞ്ഞു മരിച്ചെന്ന് എന്ന് ചോദിക്കുന്ന ഇവിടുത്തെ പ്രവർത്തകർ ഇല്ല മരിക്കുന്നില്ല, സഖാവ് VS മരിക്കില്ല, ഞങ്ങൾ ഒഴുകും ചോരയിലൂടെ VS ഇനിയും എല്ലാ കാലവും ജീവിക്കും എന്ന് ആത്മാർത്ഥമായി കണ്ണു നിറഞ്ഞുകൊണ്ട് ഇവിടെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന 100 പ്രവർത്തകർ ആ മുദ്രാവാക്യം ഏറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരാളൊരു മുദ്രാവാക്യം ഏറ്റ് പറഞ്ഞ് ഒരു 1.5 മണിക്കൂറോളം നിൽക്കും. അത് കഴിയുമ്പോൾ അടുത്ത ആൾ ആ മുദ്രാവാക്യം ഏറ്റെടുക്കും. അങ്ങനെ ഇവിടുന്ന് ഒരു ഇഞ്ച് പോലും അനങ്ങാതെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന AKG സെന്ററിന് മുന്നിലേക്ക് ഒഴുകിയെത്തുന്ന 100 കണക്കിന് പ്രവർത്തകർ VSന് അവരുടെ പ്രിയപ്പെട്ട നേതാവിന് ആദരമർപ്പിക്കുകയാണ്. അവർ പറയുന്നത് ഈ പാർട്ടി ഉള്ള നാൾ വരെയും ഈ കേരളമുള്ള നാൾ വരെയും ഇവിടെ രാഷ്ട്രീയമുള്ള നാൾ വരെയും VS അച്യുതാനന്ദൻ എന്ന ദ്വയാക്ഷരി VS എന്ന 2 വാക്കുകൾ, സമരസമില്ലാത്ത സമരത്തിന്റെ പ്രതീകമായിരുന്ന 2 വാക്കുകൾ, അത് കേരളത്തിന്റെ ഓർമ്മയിൽ സജീവമായി നിലനിൽക്കും എന്ന് VS ഉറപ്പു നൽകുന്നു. ഇവിടെ ഒരുപക്ഷെ അടുത്ത കാലത്ത് കേരളം ഇങ്ങനെ ഒരു ജനസഞ്ചയം ഇപ്പോൾ കാണുന്നില്ല. AKG സെന്റർ ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന രാത്രി ഈ സമയം ഇത്രയായിട്ടും രാത്രി 11 മണിയാകാൻ പോകുന്നു. 11 മണിയാകാൻ പോകുമ്പോഴും ഇങ്ങോട്ടേക്ക് 100 കണക്കിനായിട്ടുള്ള തിരുവനന്തപുരത്തുകാർ മാത്രമാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. ഓർക്കണം, അങ്ങനെ അടുത്ത കാലത്ത് കേരളത്തിന് കണ്ടിട്ടില്ലാത്തൊരു നേതാവ്, ഒരുപക്ഷെ ഇത്രത്തോളം ജനക്കൂട്ടത്തെ ആകർഷിച്ചൊരു നേതാവ്, ഇത്രത്തോളം അനീതിക്കെതിരെ ശക്തമായി നിലയുറപ്പിച്ചൊരു നേതാവ്, ഏതെങ്കിലും തരത്തിൽ അനീതിക്കെതിരെ ഒരു തുള്ളി പോലും സമരസം എന്നൊരു വാക്കറിയാത്ത നേതാവ്, സമരസമില്ലാത്ത സമരത്തിന്റെ നേതാവിന് തിരുവനന്തപുരം രാത്രി വൈകിയും ആദരമർപ്പിക്കുന്നു. കണ്ണേ കേരള VS എന്ന മുദ്രാവാക്യം നേരത്തെ SKN നമുക്കറിയാം, ആ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയിട്ടുണ്ട്. അത് പക്ഷേ VSന് പ്രതീക്ഷയ്ക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യമായിരുന്നു. നേരത്തെ 1 അല്ല 2 തവണ ഇതുപോലെ തിരുവനന്തപുരം അടക്കമുള്ള നഗരത്തിൽ ജനം, പാർട്ടി പ്രവർത്തകർ VSന് വേണ്ടി തെരുവിലിറങ്ങി. അത് പാർട്ടിയോട് ചില കാര്യങ്ങൾ തീരുമാനിച്ച് പറയുകയായിരുന്നു അന്ന് ജനം. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. ഇന്ന് ഹൃദയം തകർന്നുള്ള വിളിയാണ്, കണ്ണു നിറഞ്ഞുള്ള വിളിയാണ്, സങ്കടം കൊണ്ടുള്ള വിളിയാണ് ഈ വിളി. അന്ന് വിളിച്ച മുദ്രാവാക്യം VSനെ അധികാരത്തിലേക്ക് എത്തിക്കാനുള്ള ജനങ്ങളുടെ ആഗ്രഹമായിരുന്നു, ജനങ്ങളുടെ വലിയ കൊതിയായിരുന്നു ആ മുദ്രാവാക്യമെങ്കിൽ ഇക്കുറി അങ്ങനെയല്ല. ഇക്കുറി സങ്കടത്തിന്റെ വേദനയുടെ വിളിയാണ് ഈ മുദ്രാവാക്യം വിളി. കണ്ണേ കരളെ VS എന്ന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ തന്നെയാണ് വിളിക്കുന്നത്. ഇങ്ങനെ കണ്ണേ കരളെ എന്ന അഭിസംബോധന മറ്റൊരു നേതാവിനെ കേരളം വിളിച്ചിട്ടില്ല. ഈ രാത്രി അങ്ങനെ വിളിക്കുകയാണ് ഈ രാത്രി. ഈ ക്യൂ അങ്ങനെ നീണ്ട് അങ്ങനെ പോകുന്നു. ഈ ക്യൂ അങ്ങ് യൂണിവേഴ്സിറ്റി കോളേജിന് വരെ നീണ്ടു പോകുന്നു. കുറെ അധികം സമയമായി ഈ ക്യൂ VSന് വരുന്നു കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ തീരുന്നില്ല. അവിടെ ഈ ക്യൂവിന്റെ ആദ്യത്തെ അറ്റം VSനെ കണ്ട് മടങ്ങുമ്പോഴേക്കും ഈ ക്യൂവിന്റെ അവസാനത്തെ അറ്റം ഇങ്ങനെ 100 കണക്കെന്ന മട്ടിൽ അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അങ്ങനെ ഇതിപ്പോ രാത്രി ഇത് 10 മണിയോടുകൂടി തന്നെ ഇവിടുത്തെ പൊതുദർശനം പൂർത്തിയാക്കി VSന്റെ മകന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ വേലിക്കകത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് കരുതിയതാണെങ്കിൽ, പക്ഷേ ഇതിപ്പോൾ 11 മണിയായിരിക്കും. 11 മണിയല്ല 12 മണി. ഇനി എത്ര സമയം കഴിഞ്ഞാലാണ് ഈ ക്യൂ VSനെ കണ്ട് പൂർത്തിയായി ഇവിടുന്ന് പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിയുക എന്ന കാര്യം ഇപ്പോഴും നിശ്ചയമില്ല.